ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ മാത്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമ്മൾ 8ാം ക്ലാസ്സുമായി സെപ്റ്റംബറിൽ നടന്നുകൊണ്ടിരിക്കുന്ന 2024 ഓണം എക്സാം ആൻസർ കീ ഒക്കെ ഈ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാൻ മറക്കരുത്, അത് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആൻസർ എനി 4 ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 5 ഈച്ച് ക്യാരീസ് 2 സ്കോർസ്. അപ്പോൾ ഓരോന്നിനും 2 മാർക്ക് വീതമാണുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫിഗർ PQ ഈക്വൽ ടു PR. അപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിളിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. ഓക്കെ, PQ PR ഇത് രണ്ടും ഈക്വലാണെന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ Q ഈസ് 40 ഡിഗ്രി. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ ആർ? അപ്പോൾ 40 ഡിഗ്രി ഇതാണെന്ന് വെച്ചാൽ, അതായത് ആദ്യം പറഞ്ഞു ഇത് രണ്ടും സൈഡ്സ് ആർ ഈക്വൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ 40 ഡിഗ്രി ആണെന്ന് വെച്ചാൽ ഇവിടെ എന്തായിരിക്കും 40 ഡിഗ്രി. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ സൈഡ്സ് ആർ ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് 40 ഡിഗ്രി സിമ്പിളാണ്. പിന്നെ ഇനി ഫൈൻഡ് പി കാണാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം ട്രയാങ്കിളിൻ്റെ സം ഓഫ് ആംഗിൾസ് എത്രയാണ്? 180 ഡിഗ്രിയാണ്. 3 ആംഗിൾസും കൂട്ടിയാൽ 180 ഡിഗ്രി വേണം. അപ്പോൾ ഇത് 40 ആണ്, അപ്പോൾ ഇതും 40 ആണ്. അപ്പോൾ ഇനി എത്ര ഉണ്ടാവുക? ഇത് എത്ര ആയിരിക്കും? ഇത് 100 ആയിരിക്കും അല്ലേ? ഇപ്പോൾ നമുക്ക് 40 + 40 80, 80 + 100 180. അപ്പോൾ ഇതെത്രയാണ്? ആംഗിൾ P ഈസ് 100 ഡിഗ്രി. ഓക്കെ, സെറ്റാണല്ലോ. ഇനി നമുക്ക് അടുത്ത നോക്കാം. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ ഈസ് 15. വാട്ട് ആർ ദ നമ്പേഴ്സ്? അതായത് 3 തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക സം എത്രയാണ്? 15 ആണ്. അപ്പോൾ ആ 3 സംഖ്യകൾ ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മളത് എക്സ് വെച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ നോക്കൂ, നമ്മൾ അസ്യൂം ചെയ്യാണ്, സങ്കല്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ എക്സ് ആണ് ആദ്യത്തെ സംഖ്യ എന്ന് വിചാരിച്ചു. ഇനി രണ്ടാമത്തെ സംഖ്യ എന്തായിരിക്കും? നമ്മൾ 2 എന്ന് പറഞ്ഞാൽ ഈ 1നോട് 1 കൂട്ടിയതാണല്ലോ. അപ്പോൾ നമ്മുടെ ഇവിടെ എക്സ് എന്ന് പറയുന്നത് 1 എന്ന് പറയുന്നത് ഇവിടെ എക്സ് ആണ്. അപ്പോൾ എക്സിനോട് 1 കൂട്ടിയപ്പോൾ നമുക്ക് രണ്ടാമത്തെ സംഖ്യ കിട്ടി. ഇനി 3 എന്ന് പറയുന്നത് എന്താണ്? എക്സിനോട് 2 കൂട്ടിയതല്ലേ അല്ലേ? അപ്പോൾ തുടർച്ചയായ 3 നാച്ചുറൽ നമ്പേഴ്സാണ് ഈ കാണുന്നത്. ഏതൊക്കെ? എക്സ്, x+1, x+2. ഓക്കെ, x+1, x+2. ഇത് എത്രയാണെന്നാണ് പറഞ്ഞത്? ഇതിൻ്റെ സമ്മ് എത്രയാണ്? 15 എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കത് സമ്മ് രൂപത്തിൽ എഴുതാം. x + x+1 + x+2 = 15. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എക്സും കൂട്ടിക്കൂടെ? അപ്പോൾ നമ്മൾ എക്സും കൂട്ടി, അപ്പം 3x + 1ഉം 2ഉം കൂട്ടി, അപ്പം 3x + 3 = 15. ഇനി നമ്മൾ 3xനെ ഒറ്റയ്ക്ക് നിർത്തി ഈ 3നെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടെ പ്ലസ് ഉള്ള 3 ഇങ്ങോട്ടെത്തുമ്പോൾ മൈനസ് ആവും. അപ്പോൾ എത്രയായി? 15 - 3. അപ്പോൾ 3x എന്ന് പറഞ്ഞാൽ 15 - 3. അപ്പോൾ 15 - 3 എന്ന് പറയുന്നത് 12. ഓക്കെ, എത്രയും മനസ്സിലായല്ലോ. അപ്പോൾ 3x എന്ന് പറയുന്നത് 12. ഇനി നമ്മൾ ഈ എക്സിനെയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ എക്സിനെ കിട്ടുമ്പോൾ 12 ഇവിടെ വെച്ച്, ഇവിടെ 3x എന്ന് പറയുന്നത് 3 × x. അത് അങ്ങോട്ട് പോകുമ്പോൾ അവർ തിരിയുമേ. അപ്പം 12 / 3. ഓക്കെ, ഇവിടെ ഗുണനമുള്ള ഇവിടെ ഇൻറ്റു ഉള്ള എക്സ് അങ്ങോട്ട് പോകുമ്പോൾ എന്തായിരിക്കും? അത് എക്സിൻ്റെ കൂടെ ഉള്ള ആൾ എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ആയി മാറും. അപ്പോൾ ഈ സൈഡിൽ എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റേക്കും ഈ സൈഡിലേക്ക് വരുമ്പോൾ, ഇവിടെ ഇൻറ്റു ആണെച്ചാൽ ഇവിടെ ഡിവിഷൻ, ഇവിടെ പ്ലസ് ആണെച്ചാൽ അവിടെ മൈനസ്, ഇവിടെ മൈനസ് ആണെച്ചാൽ അവിടെ പ്ലസ്. അപ്പം നേരെ ഈ എതിർ കക്ഷിയിലേക്ക് ചേരുമ്പോൾ, ഓപ്പോസിറ്റ് പാർട്ടിയിലേക്ക് പോകുമ്പോൾ എല്ലാവരും സ്വഭാവം മാറും. അപ്പോൾ അതേപോലെ തന്നെ ഇത് ഇൻറ്റു ആണെച്ചാൽ ഇവിടെ എന്തായിരിക്കും? ഡിവിഷൻ. അത്രമാത്രം ഓർക്കുക. അപ്പോൾ എക്സ് സമം എത്രയാണ്? 4 ആണ്. എക്സ് സമം 4 ആണ്. ഇനി നമുക്ക് എക്സ് സമം 4 ആയാൽ x 4, 4 + 1 5, 6. ഇതാണ് നമ്മളുടെ നമ്പർ. ഇത് നമ്മൾ കൂട്ടി നോക്കിക്കോ. 4 + 5 9, 9 കൂട്ടണം 6 15. അപ്പോൾ നമ്മുടെ ആൻസർ ശരിയല്ലേ? അപ്പോൾ വളരെ എളുപ്പമുള്ള
എളുപ്പമുള്ള ചോദ്യമാണ്. ഇതുപോലുള്ള ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾ മിസ്സാക്കരുത്. ഇനി അടുത്തത് റൈറ്റ് 2 പെയർസ് ഓഫ് ഈക്വൽ ആംഗിൾസ് ഇൻ ദ ട്രയാങ്കിൾസ് ഗിവൺ ബിലോ. ഇവിടെ 2 പെയറായിട്ടുള്ള ഈക്വൽ ആംഗിൾസ് നമ്മൾ എഴുതണം. അപ്പോൾ നമ്മൾ പെയർ കണ്ടുപിടിക്കാൻ ഇവിടെ നോക്കൂ, ഇവിടെ എക്സ് സെറ്റ് ആണ്. എക്സ് സെറ്റ് 7 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ ഇവിടെ ഏതാണ്, ക്യൂ ആറാണ് 7 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്, ആംഗിൾ വൈ. അപ്പോൾ നമ്മുടെ ആംഗിൾ വൈനെ ഇങ്ങോട്ട് എടുത്ത് എഴുതി. ഇത് 7 സെൻറ്റിമീറ്റർ, ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ഏതാണ്, ആംഗിൾ പി. അപ്പോൾ ഇവരെന്താണ്, ഇവരൊരു സെറ്റാണ്, ഇവരൊരു ജോഡിയാണ്. ആംഗിൾ വൈ ഈക്വൽ ടു ആംഗിൾ പി. അപ്പോൾ നമുക്കത് കിട്ടി. ഇനി നമുക്ക് അടുത്ത ഒരാളെ കണ്ടുപിടിക്കണം. നമുക്ക് ആരെ കണ്ടുപിടിക്കാം, അവിടെ നമുക്ക് എക്സ് വൈനെ നോക്കാം. എക്സ് വൈ എന്ന് പറയുമ്പം 6 സെൻറ്റിമീറ്റർ, അതിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്, ആംഗിൾ സെഡ് ആണ്. ഓക്കെ, ആംഗിൾ സെഡ് ആണ്. ഇപ്പോൾ 6 സെൻറ്റിമീറ്ററുള്ള ഇവിടെ ആരാണ്, ഇവിടെ പി ആർ ആണുള്ളത്. അതിൻ്റെ ഓപ്പോസിറ്റ് ആരാണ്, ആംഗിൾ ക്യൂ ആണ്. അപ്പോൾ അവരെ ഒരു സെറ്റാക്കി കിട്ടി. അപ്പോൾ സെറ്റല്ലേ. അപ്പോൾ 2 ജോഡിയാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞാൽ 2 ജോഡി എഴുതി. ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് 12 സൈഡഡ് പോളിഗൺ. അപ്പോൾ പോളിഗണിൻ്റെ സം ഓഫ് ആംഗിൾസ് കാണാനുള്ള സൂത്രവാക്യ ഫോർമുലയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് സം ഈക്വൽ ടു സം ഓഫ് ദ ആംഗിൾസ് ഈക്വൽ ടു n-2 ഇൻറ്റു 180. ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് എന്താണ് എഴുതേണ്ടത്, നമ്പർ ഓഫ് സൈഡ്സ് ആണ്. ഇവിടെ എത്ര തന്നത്, 12 ആണ്. അപ്പം 12 - 2 ഇൻറ്റു 180. ഓക്കെ, അപ്പോൾ 12 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. 10 ഇൻറ്റു 180 എന്ന് പറയുന്നത് എത്രയാണ്, 10 ഇൻറ്റു 180 എന്ന് പറയുന്നത് 1800. ഓക്കെ, 1800 നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫിഗർ ഷോസ് എ റെഗുലർ എക്സഗൺ. ഒരു റെഗുലർ എക്സഗൺ ആണ്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ ബി സി. എ ബി സിൻ്റെ മെഷർ എന്താണ്, അതേപോലെ വാട്ട് ഈസ് ദ മെഷർ ഓഫ് സി ബി ജി. സി ബി ജിയുടെ മെഷർ എന്താണ്. അപ്പോൾ എ ബി സിൻ്റെ മെഷർ എന്തായിരിക്കും, 120 ഡിഗ്രി ആയിരിക്കും. അത് നമുക്ക് എങ്ങനെ അറിയാം, 120 ഡിഗ്രി എന്തായിരിക്കും, എക്സഗൺ ആകുമ്പോൾ അത് 120 ഡിഗ്രി ആയിരിക്കും. അത് നിങ്ങൾക്കറിയാമല്ലോ. എക്സഗൺ എങ്ങനെ, n-2 ഇൻറ്റു 180 ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഹെക്സഗൺ എന്ന് പറയുമ്പോൾ എത്ര സൈഡ്സ് ഉണ്ട്, 1 2 3 4 5 6 അല്ലേ. 6 - 2 എന്ന് പറയുന്ന 4 ഇൻറ്റു 180 എന്ന് പറയുന്നത് എത്രയാണ്, 720. അപ്പോൾ ഇതിൻ്റെ മൊത്തം സം ഓഫ് ആംഗിൾസ് എത്രയായിരിക്കും, 720 ആയിരിക്കും. 720 ആയിരിക്കും. അപ്പോൾ ഒന്നിൻ്റെ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ ഈസി അല്ലേ, 720 ഡിവൈഡഡ് ബൈ 6 ദാറ്റ് ഈസ് 120. അങ്ങനെയാണ് നമുക്ക് 120 കിട്ടിയത്. അത് മനസ്സിലായല്ലോ. ഇനി ഇവിടെ 120 കിട്ടിയിട്ടുണ്ടെങ്കിൽ, എ ബി സി 120 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് എന്തായിരിക്കും, ഇതൊരു ലീനിയർ പെയർ അല്ലേ. അപ്പോൾ 120 ഡിഗ്രി ആണെങ്കിൽ 180 - 120 ദാറ്റ് ഈസ് 60 ഡിഗ്രി ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും, 60 ഡിഗ്രി. അപ്പോൾ നമുക്ക് പറയാം 120 ഡിഗ്രിയാണ് ആംഗിൾ എ ബി സി, 60 ഡിഗ്രിയാണ് ആംഗിൾ സി ബി ജി. ഓക്കെ, അപ്പോൾ എങ്ങനെ 120 ഡിഗ്രി വന്നതെന്ന് മനസ്സിലായ, n-2 ഇൻറ്റു 180 നമ്മൾ ചെയ്തു. അപ്പോൾ 4 ഇൻറ്റു 180, 4 ഇൻറ്റു 180 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 720. 720 നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അതായത് 6 സൈഡ്സ് ആണുള്ളത്. അപ്പോൾ 720 ഡിവൈഡഡ് ബൈ 6 ദാറ്റ് ഈസ് 120. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ ബൈസെക്ടർ വരയ്ക്കാനാണ്. അത് നമുക്കിനി ഒന്നായിട്ടൊരു കൺസ്ട്രക്ഷൻ്റെ ഒരു വീഡിയോ എടുക്കാം. ഓക്കെ, പിന്നെ അടുത്തത് ക്വസ്റ്റ്യൻ നോക്കുക. എ ബോക്സ് കണ്ടെയ്ൻസ് വൈറ്റ് ബോൾസ്, റെഡ് ബോൾസ് ആൻഡ് ബ്ലൂ ബോൾസ്. ഒരു ബോക്സിൽ വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലൂ ബോൾസ് ഉണ്ട്. നമ്പർ ഓഫ് റെഡ് ബോൾ ഈസ് ഡബിൾ ദ നമ്പർ ഓഫ് വൈറ്റ് ബോൾസ് ആൻഡ് നമ്പർ ഓഫ് ബ്ലൂ ബോൾസ് ഈസ് 3 ടൈംസ് ഓഫ് ദ നമ്പർ ഓഫ് വൈറ്റ് ബോൾ. അപ്പോൾ വൈറ്റ് ബോളിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമ്മളതിൻ്റെ നമ്പർ ഓഫ് റെഡ് ബോൾസ് ഈസ് ഡബിൾ ദ വൈറ്റ് ബോൾസ്. അപ്പം വൈറ്റിനെ നമുക്ക് എക്സ് എന്ന് എടുക്കാം, റെഡിനെ നമുക്ക് 2x എന്ന് എടുക്കാം. അതായത് ഡബിൾ എന്ന് പറയുമ്പോൾ 2x. പിന്നെ പറഞ്ഞു 3 ടൈംസ് എന്ന് പറഞ്ഞാൽ 3x അല്ലേ. അത് മനസ്സിലായല്ലോ. അതായത് ഇത് വൈറ്റ് ബോള്, വൈറ്റിൻ്റെ ഡബിളാണ് റെഡ് ബോള്, വൈറ്റിൻ്റെ ത്രിബിളാണ് ബ്ലൂ ബോൾ എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഇഫ് ദ ബോക്സ് കണ്ടെയ്ൻ 24 ബോൾസ്, ഫൈൻഡ് ദ നമ്പർ ഓഫ് ബോൾസ് ഇൻ ഈച്ച് കളർ. അപ്പോൾ മൊത്തത്തിൽ ആ ബോക്സിൽ എത്ര ഉണ്ട്, 24 ബോൾസ് ആണ്. അപ്പോൾ ആ ബോൾസ് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ വൈറ്റ് ബോൾസ് ഇവിടെ എഴുതി, പിന്നെ നമ്മൾ അതിൻ്റെ റെഡ് എഴുതി, പിന്നെ ബ്ലൂ ബോൾ എഴുതി. ഇതെല്ലാം കൂടിയാണ് 24 എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിതിനി ആഡ് ചെയ്യണം. അപ്പം എക്സ് 2x 3x. അപ്പോൾ എത്രയായി, ഇത് ഒരു എക്സിന് സമാനം 1 2 3. അപ്പോൾ 6x ഈക്വൽ ടു
24. ഇനി എക്സ് മാത്രം എടുക്കുമ്പോൾ എന്താകും 24 ഇവിടെ ഉള്ള ഇൻറ്റു അവിടെ പോകുമ്പോൾ ആരായി മാറും ഡിവിഷനായി മാറും. അപ്പം 24 ഡിവൈഡഡ് ബൈ 6 എത്രയാണ് എക്സ് ഈക്വൽ ടു 4 ആണ്. അപ്പോൾ നമുക്ക് എക്സ് എന്ന് അറിയുന്നത് 4 ആണ് കിട്ടി. അപ്പോൾ 2 അപ്പോൾ നമ്മുടെ വൈറ്റ് ബോൾ കിട്ടി. ഇനി നമുക്ക് റെഡ് ബോൾ കിട്ടണ്ടേ, അത് ഡബിൾ ആണെന്നല്ലേ പറഞ്ഞാൽ, അപ്പോൾ 8. ഇനിയും ഇത് ത്രിബിൾ ആണെന്നല്ലേ പറഞ്ഞാൽ, അപ്പം 12. അപ്പോൾ ഇത് നമ്മൾ കൂട്ടി നോക്കിയാൽ നമുക്ക് 12, 8, 20, 20 + 4 24. നമ്മുടെ ആൻസർ ശരിയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫിഗർ ദ സൈഡ് സി ഡി ഓഫ് എ ക്വാഡ്രിലാറ്റർ എ ബി സി ഡി ഈസ് എക്സ്റ്റെൻഡഡ് ടു ഇ. അതായത് എ ബി സി ഡി ഇത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ഇ വരെ എത്തിയിട്ടുണ്ട്. ഇവിടെ പറയുന്നത് ആംഗിൾ ബി ഈസ് 80 ഡിഗ്രി. ഇവിടെ കണ്ടല്ലോ, ആംഗിൾ ബി ഈസ് 80 ഡിഗ്രി. ഓക്കെ, ആംഗിൾ ബി ഈസ് 80 ഡിഗ്രി. പിന്നെ പറഞ്ഞിരിക്കുന്നത് ആംഗിൾ സി 95 ഡിഗ്രി, അതും ഇവിടെ തന്നിട്ടുണ്ട്. ഓൾസോ മെഷർ ഓഫ് ഔട്ടർ ആംഗിൾ ഈസ് 70 ഡിഗ്രി. ഔട്ടർ ആംഗിൾ 70 ഡിഗ്രി, അതും തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ ഡി സി. എ ഡി സി എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, എ ഡി സിയുടെ അതായത് ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ എ ഡി സി എത്രയായിരിക്കും? സിമ്പിൾ അല്ലേ? ഇത് 70 ഡിഗ്രി ആണെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂട്ടിയാൽ എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് 70 ആണെങ്കിൽ 180 - 70 ഡിഗ്രി ദാറ്റ് ഈസ് 110, 110 ഡിഗ്രി. സിമ്പിൾ. ഓക്കെ, ഇനി അടുത്ത പാർട്ട് ഇസ് ദ സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ ഇതിൻ്റെ എത്രയാണ്? 360 ആയിരിക്കും സം ഓഫ് ആംഗിൾസ് ക്വാഡ്രിലാറ്ററിൻ്റെ. ഇനിയിപ്പോൾ സ്ക്വയർ ആയാലും പിന്നെ ഇനി പാരലോഗ്രാം ആയാലും പിന്നെ അതേപോലെ തന്നെ റെക്റ്റാങ്കിൾ ആയാലും എന്തായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതും കിട്ടി. ഓക്കെ, ഇനി അടുത്തത് ഫൈൻഡ് ആംഗിൾ എ. ആംഗിൾ എ ഏതാ? ഇവിടെ ആംഗിൾ എ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ആംഗിൾ എ കാണാൻ വളരെ എളുപ്പമാണ്. ഇത് 110 ഡിഗ്രിയാണെന്ന് തന്നിട്ടുണ്ട്, ഇത് 95 ആണെന്ന് തന്നിട്ടുണ്ട്, ഇത് 80 ആണെന്ന് തന്നിട്ടുണ്ട്, ഇത് മൊത്തത്തിൽ 360 ആണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇത് കൂട്ടിയിട്ട് ഇതിൽ നിന്ന് കുറച്ചാൽ മതി. അപ്പോൾ 5, 1 9 10 18, ബാക്കി 1 1 1 2 285 ആണ് നമുക്ക് കിട്ടിയത്. ഇത് 3ഉം 285 ആണ് കിട്ടിയത്. ഇനി നമ്മൾ 360ന്ന് 285 മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 5 7. ഓക്കെ, അപ്പോൾ 75 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 70 ഡിഗ്രി. എളുപ്പമാണ്, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സം ഓഫ് ദി ആംഗിൾസ് എല്ലാം കൂടി എത്രയാണ്? 360 ആണ്. ഇവിടെ ഇത് നമ്മൾ കണ്ടുപിടിച്ചു 110 ആണ്. ഇനി ഇതെല്ലാം കൂട്ടി 360ന്ന് മൈനസ് ചെയ്താൽ ഇത് നമുക്ക് കിട്ടി 75 ഡിഗ്രിയാണ്. ആംഗിൾ എ 75 ഡിഗ്രി. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നാൽ ആരും മിസ് ചെയ്യരുത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത എന്താണ്? ലുക്ക് അറ്റ് ദ ഫിഗർ ഓഫ് റെഗുലർ പോളിഗൺസ് ഗിവൺ ബിലോ. റൈറ്റ് ദ നെയിം ഓഫ് എ റെഗുലർ പോളിഗൺ ഹാവിങ് ഔട്ടർ ആംഗിൾ ആൻഡ് ഇന്നർ ആംഗിൾ ആർ ഈക്വൽ. ഔട്ടർ ആംഗിളും ഇന്നർ ആംഗിളും ഈക്വൽ ആയിട്ടുള്ളത് ഏതാണ്? ഇതല്ലേ, സ്ക്വയർ അല്ലേ? ഓക്കെ, നമുക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലേ, എല്ലാം ഒരേപോലെ ഇരിക്കുന്നു. ഓക്കെ, ഇനി റൈറ്റ് ദ നെയിം ഓഫ് ദ റെഗുലർ പോളിഗൺ ഹാവിങ് ഔട്ടർ ആംഗിൾ ഈസ് മോർ ദാൻ ഇന്നർ ആംഗിൾ. ഔട്ടർ ആംഗിൾ ഈസ് മോർ ദാൻ ഇന്നർ ആംഗിൾ. ഔട്ടർ ആംഗിൾ ആണ് കൂടുതൽ. അത് ഏതാണ്? അത് ഇതാണ്. കാരണം എപ്പോഴും ഔട്ടർ ആംഗിൾ ആയിരിക്കും കൂടുക. ഓക്കെ, അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ് ഇത്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്, അതായത് ഇക്വിലാറ്ററൽ ആംഗിളിൽ പിന്നെ ഇതായിരിക്കും, ഔട്ടർ ആംഗിൾ മോറായിരിക്കും, കൂടുതലായിരിക്കും. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ഔട്ടർ ആംഗിൾ ഓഫ് ദ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ? എത്രയാണ്? 120 ഡിഗ്രിയാണ്. എത്രയാണ്? 120 ഡിഗ്രി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി 4 മാർക്കിൻ്റെ ആണ്. ഡ്രോ എ സ്ക്വയർ ഈച്ച് സൈഡ് 3.25 സെൻറ്റിമീറ്റർ റോങ്. സ്ക്വയർ വരയ്ക്കുന്ന അറിയാമല്ലോ എല്ലാവർക്കും അല്ലേ? നമ്മൾ ആദ്യം ഒരു 6.5 അല്ലേ, 3.25 സെൻറ്റിമീറ്റേഴ്സ് ലോങ്. അവർക്ക് സ്ക്വയറൊക്കെ വരയ്ക്കാൻ അറിയാമല്ലോ. സ്ക്വയർ വരയ്ക്കാൻ പഠിക്കണം, ബൈസെക്ടർ വരയ്ക്കാൻ പഠിക്കണം, ഇതൊക്കെ എന്തായാലും വരും. ഓക്കെ, ഇനി അടുത്തത് ഇൻ ട്രയാങ്കിൾ എ ബി സി, എ ബി ഈക്വൽ ടു എ സി, എ ബി ഈക്വൽ ടു എ സി. ഇവർ രണ്ടാളും തുല്യന്മാരാണ്.
എം ഈസ് ദ മിഡ് പോയിൻറ്റ്. ഇതിൻ്റെ മിഡ് പോയിൻ്റാണ് ബി സി. ഇനി ബി എം 60 സെൻറ്റിമീറ്റർ. ബി എം എന്ന് പറയുന്നത് എത്രയാണ്? 6 സെൻറ്റിമീറ്റർ. ബി എം 6 സെൻറ്റിമീറ്റർ. ഓക്കെ. ആംഗിൾ എ എം ബി. ക്വസ്റ്റ്യൻ എന്താണ്? ആംഗിൾ എ എം ബി. എ എം ബി കണ്ടാൽ തന്നെ അറിയാമല്ലേ, 90 ഡിഗ്രി അല്ലേ? ഓക്കെ, 90 ഡിഗ്രി. വെരി സിമ്പിൾ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ എം. ഈ എ എമ്മിൻ്റെ ലെങ്ത്ത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ എ എമ്മിൻ്റെ ലെങ്ത്ത് നമുക്കറിയാം. ദിസ് ഈസ് ദ ലോങ്ങസ്റ്റ്. അപ്പോൾ 10 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ. അപ്പോൾ 100 മൈനസ് 36. 100 മൈനസ് 36 എന്ന് പറയുന്നത് അത് 64. അപ്പോൾ 64 ആണ്. അപ്പോൾ 64ൻ്റെ റൂട്ട് കണ്ടു, അത് 8 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 8 സെൻറ്റിമീറ്റർ അറിയാമല്ലോ. നമ്മൾ ഇത് കണ്ടുപിടി, അതായത് ഒരു റൈറ്റ് ആംഗിളിൻ്റെ സൈഡ്സിൻ്റെ ലംബം പാദം അതൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ഈ സൈഡ് കാണണമെങ്കിൽ വലിയ സൈഡിൽ നിന്ന് ചെറിയ സൈഡിൻ്റെ സ്ക്വയർ കണ്ടിട്ട് കുറയ്ക്കുക. അതാണ് 10 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ എന്ന് പറഞ്ഞത്. ഇനി ചിലപ്പോൾ ഇത് രണ്ട് തന്നിട്ട് ഇത് കാണാൻ പറയും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് രണ്ടും ഇതിൻ്റെ 2 സ്ക്വയറും കൂട്ടിയിട്ട് റൂട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 8 സെൻറ്റിമീറ്റർ. ഇനി അടുത്ത, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ബി സി. ബി സി എവിടെയാണ്? അത് ബി സിയുടെ ലെങ്ത്ത് സിമ്പിളല്ലേ. ബി സിൻ്റെ ലെങ്ത്ത് എത്രയാണ്? കണ്ണും പൊട്ടി പറയും. ഇത് 6 സെൻറ്റിമീറ്റർ ചെയ്ത് എത്രയായിരിക്കും? ഇത് 12 സെൻറ്റിമീറ്റർ. കാരണം ഇത് മിഡിൽ പോയിൻ്റ് അല്ലേ. 12 സെൻറ്റിമീറ്റർ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 14th ക്വസ്റ്റ്യൻ എന്താണ്? മാച്ച് ദ ഫോളോയിങ്. 13 ആഡഡ് ടു എ നമ്പർ ഗീവ്സ് 65. ഓക്കെ, 13 ആഡഡ് ടു എ നമ്പർ ഗീവ്സ് 65. അപ്പോൾ 13 ഏതോ ഒരു നമ്പറിനോട് ആഡ് ചെയ്താൽ നമുക്ക് 65 കിട്ടും. അപ്പോൾ 65 നമുക്ക് 30 മൈനസ് ചെയ്താൽ പോരെ. അപ്പോൾ 5 3 പോയാൽ 2, 6 1 പോയാൽ 5. അപ്പോൾ 52. ഇവിടെ 52 ഉണ്ടോ? ദയാ 52 ഉണ്ട്. ഓക്കെ, 9 സബ്സ്ട്രാക്റ്റഡ് ഫ്രം എ നമ്പർ ഗീവ്സ് 81. അതിൻ്റെ ആൻസർ എത്രയാണ്? 9 സബ്സ്ട്രാക്റ്റഡ് ഫ്രം എ നമ്പർ. അപ്പോൾ ഏതോ ഒരു നമ്പറിൽ നിന്ന് 9 സബ്സ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് 9 സബ്സ്ട്രാക്ട് ഫ്രം എ നമ്പർ ഗീവ്സ് 81. അപ്പോൾ 81 + 9 ചെയ്താൽ പോരെ. അപ്പോൾ 90 ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ 90 നിന്ന് 9 സബ്സ്ട്രാക്ട് ചെയ്താൽ നമുക്ക് 81 കിട്ടിയല്ലോ. സിമ്പിൾ. 5 ടൈംസ് എ നമ്പർ ഈസ് 300. 5 ടൈംസ് എം എന്തോ ഏതോ ഒരു നമ്പറിൻ്റെ 5 ടൈംസ് 300 ആണ്. അപ്പോൾ നമുക്ക് 60 ആണ്. 5 × 60 300. 5 ഗുണിക്കണം 60 300. ഇനി അടുത്ത 1/4 നമ്പർ ഈസ് 100. അപ്പോൾ തന്നെ ഇതാണ് ആൻസർ. അതായത് 400ൻ്റെ 1/4 ആണല്ലോ 100. 400 × 1/4 ദാറ്റ് ഈസ് 100. ഓക്കെ, അപ്പോൾ 4 മാർക്ക് കിട്ടി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് ജീനാസ് ഏജ് ആണ്. ജീനാസ് ഏജ് ഈസ് 5 ടൈംസ് ഹെർ സൺസ് ഏജ്. ഓക്കെ, സൺസ് ഏജ് എക്സ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമ്മൾ എടുക്കണം. അപ്പോൾ സൺസ് ഏജ് ഏറ്റവും ചെറുതാണല്ലോ, ചെറിയ ആളാണല്ലോ സണ്ണ്. അപ്പോൾ സണ്ണിൻ്റെ ഏജ് എടുക്കാം, അത് എക്സ് എടുക്കാം. അപ്പോൾ സൺസ് ഏജ് നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റൊക്കെ എഴുതണേ. സൺസ് ഏജ് എക്സ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ജീനാസ് ഏജ് ആണ്. ജീനാസ് ഏജ് എത്രയാണ്? സണ്ണിൻ്റെ ഏജിൻ്റെ 5 ടൈംസ് ആണ്. ടൈംസ് എന്ന് പറയുമ്പോൾ നമ്മൾ 5x എന്നാണ് എഴുതേണ്ടത്. 5 × x ദാറ്റ് ഈസ് 5x. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷനാണ്, പ്രസൻ്റ് ആണ്. ഇനി ആഫ്റ്റർ 2 ഇയേഴ്സ്, 2 ഇയർ കഴിഞ്ഞിട്ട് എന്താണ്? സം ഓഫ് ദെയർ ഏജസ് വിൽ ബി 40. അവർ രണ്ടാളുടെ ഏജ് എത്ര ആയിരിക്കും? 40 ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ അപ്പോൾ സണ്ണിൻ്റെ മകൻ്റെതും ജീനൻ്റെയും വയസ്സ് ഇപ്പോൾ ഉള്ളതാണിത്. 2 വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ 2 + 2 ആഡ് ചെയ്തു. 2 വർഷം കഴിഞ്ഞാൽ സം എത്ര എന്നാണ് പറഞ്ഞത്? 40 പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഡെറിവേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമുള്ളൂ. പിന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ആദ്യം സണ്ണിൻ്റെ വയസ്സ് എക്സ് എന്ന് എടുക്കുക, ഏറ്റവും ചെറിയ ആളുടെ എക്സ് എന്ന് എടുക്കുക. 5 ടൈംസ് 5x ആയി. ഇനി 2 വർഷം കഴിഞ്ഞാൽ സമ്മ് 40 പറഞ്ഞു. അപ്പോൾ 2 വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ 2 കൂട്ടിക്കൊടുത്തു. എന്നിട്ട് അതിൻ്റെ സമ്മാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കൂ, എക്സും 6x
ഇവിടെ 2ഉം 2ഉം 4. 6x+4 എന്ന് പറയുന്നത് എത്രയാണ്? 40. ഇനി നമ്മൾ 6x തനിച്ചാക്കി 40. അപ്പോൾ ഈ +4 ഇങ്ങോട്ട് പോകുമ്പോൾ -4. അപ്പോൾ 6x സമയം എത്രയായി? 36, 36. ഇനി നമുക്ക് എക്സ് കാണണമല്ലേ. നമ്മളിവിടെ എത്തി നിൽക്കുന്ന 6x = 36. അപ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ 36. ഇവിടെ ഉള്ള 6 അങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? ഡിവിഷൻ വരും. അപ്പോൾ 36/6 36/6 ദാറ്റ് ഈസ് 6. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് 6 ആണ് കിട്ടി. അതായത് മോൻ്റെ വയസ്സ് എത്രയാണ്? സൺസ് ഏജ് എത്രയാണ്? 6 ആണ് അല്ലേ. ഇനി ജീനയുടെ വയസ്സ് എത്രയാണ്? ജീനാസ് ഏജ് എത്രയാണ്? ജീനാസ് ഏജ് എന്ന് പറയുന്നത് 5 ടൈംസ് അല്ലേ. അപ്പം ജീനാസ് ഏജ് എന്ന് പറയുന്നത് 5 × 6 ദാറ്റ് ഈസ് 30. അപ്പോൾ ജീനയുടെ വയസ്സ് എത്രയാണ്? 30. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ചോദ്യം. ഇൻ ദ ഫിഗർ റെഗുലർ എക്സഗൺ എ സ്ക്വയർ ആൻഡ് ഇക്വിലേറ്റർ ട്രയാങ്കിൾ ആർ ജോയിൻഡ് ടുഗദർ. ഇതൊരു എക്സഗൺ ആണ്. അതിൻ്റെ കൂടെ ആര് കൂടിയിട്ടുണ്ട്? ഒരു സ്ക്വയറും ഉണ്ട്, ഒരു ഇക്വിലേറ്റർ ട്രയാങ്കിളും ഉണ്ട്. ഓക്കെ, സെറ്റ്. ഇനി വാട്ട് ഈസ് ദ സം ഓഫ് ദ ആംഗിൾസ് അറൗണ്ട് ദ പോയിൻറ്റ് ബി? അതായത് ബീൻ്റെ പോയിൻറ്റിലുള്ള അറൗണ്ട് ദ പോയിൻറ്റ് ബി സം ഓഫ് ആംഗിൾസ് എത്രയായിരിക്കും? 360 ആയിരിക്കും. 360 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ വാട്ട് ഈസ് ദ മെഷർ ഓഫ് ഇന്നർ ആംഗിൾ ഓഫ് ആൻ ഇക്വിലാറ്റർ ട്രയാങ്കിൾ? അത് എത്രയായിരിക്കും? ഇന്നർ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. ഇക്വിലാറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഓൾ സൈഡ്സ് ആർ ഈക്വൽ. അപ്പോൾ നമുക്കറിയാം 180 ആണ് ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിളിൻ്റെ സമ്മ്. അപ്പോൾ 3 ഡിവൈഡ് ചെയ്താൽ എന്തായിരിക്കും? ഓരോന്നും 60 ഡിഗ്രി. പിന്നെ 360 ഡിഗ്രി നമുക്കറിയാമല്ലോ അതൊക്കെ. ഓക്കെ, അപ്പോൾ അത് 60 ഡിഗ്രി. അതായത് ഇക്വിലാറ്ററലാണ്. അതുകൊണ്ട് 3 ആംഗിൾസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. 180 ആണ് ഒരു ട്രയാങ്കിളിൻ്റെ സം ഓഫ് ആംഗിൾസ്. അപ്പോൾ 60 ഡിഗ്രി. ഇനി അടുത്ത ആംഗിൾ എ ബി സി. ആംഗിൾ എ ബി സി എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കൂ. ആംഗിൾ എ ബി സി ഇതാണ്. ആംഗിൾ എ ബി സി ഇത് എത്രയായിരിക്കും? അതായത് ഇവിടെ 360 ഡിഗ്രി ആയിരിക്കും നമുക്കറിയാമല്ലോ. അപ്പോൾ നമുക്ക് 360 ഡിഗ്രി ആയിരിക്കാം മൈനസ്. പിന്നെ നമ്മൾ അതിൽ നിന്ന് എന്തെല്ലാം മൈനസ് ചെയ്യണം? 360 മൈനസ് ഇവിടെ എന്തുണ്ട്? 120 ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ 120 ഉണ്ട്. പിന്നെ ഒരു 90 ഡിഗ്രി ഉണ്ട്. പിന്നെ ഒരു 60 ഡിഗ്രി ഉണ്ട്. അപ്പോൾ 360 നമ്മൾ എന്തെല്ലാം മൈനസ് ചെയ്യണം ഈ ഒരു ആംഗിൾ കിട്ടാൻ? ഇവിടുത്തെ 120 നമ്മൾ മൈനസ് ചെയ്യണം. ആ 120 ഇവിടുത്തെ, അതായത് എക്സഗണിൻ്റെ 120 മൈനസ് ചെയ്യണം. പിന്നെ ഇക്വിലാറ്ററിൻ്റെ 60 മൈനസ് ചെയ്യണം. പിന്നെ സ്ക്വയറിൻ്റെ 90 മൈനസ് ചെയ്യണം. അപ്പോൾ എല്ലാം കൂടി നമുക്ക് നോക്കാം. 9, 6, 15, 15 + 2 7, 270 തന്നെ ഉണ്ട് ഇത്. അപ്പോൾ 360 270 നമ്മൾ മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ അത് മനസ്സിലായല്ലേ ആംഗിൾ എ ബി സി എങ്ങനെ കിട്ടിയെന്ന്? ഇതിൻ്റെ നമ്മൾ ഈ ആംഗിൾ മൈനസ് ചെയ്തു, ഈ ആംഗിൾ മൈനസ് ചെയ്തു, ഈ ആംഗിൾ മൈനസ് ചെയ്തു. അപ്പോഴാണ് നമുക്കിവിടെ അത് കിട്ടിയത് കേട്ടോ. ആംഗിൾ എ ബി സി കിട്ടിയത് അതിൻ്റെ തൊട്ട് അപ്പുറം ഇപ്പുറമുള്ള എല്ലാ ആംഗിൾസും 360 മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് 90 കിട്ടി. ഇനി ആംഗിൾ പി ക്യു ആർ. ആംഗിൾ പി ക്യു ആർ എന്ന് പറയുന്നത് എവിടെയാണ്? പി ക്യു ആർ എന്ന് പറയുന്നത് ഇതാണ്. പി ക്യു ആർ. ഇനി ഇത് നമ്മളെങ്ങനെ മൈനസ് ചെയ്യണം? ഈ പി ക്യു ആർ എന്ന് പറയുമ്പോൾ ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു എക്സഗണും കണക്റ്റ് ആയിട്ടുണ്ട്, ഒരു സ്ക്വയറും കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 360 മൈനസ് നമ്മുടെ 120, അതായത് എക്സഗണിൻ്റെ 120 മൈനസ് ചെയ്തു. അതേപോലെ സ്ക്വയറിൻ്റെ 90 മൈനസ് ചെയ്തു. ഓക്കെ, 210 ആണ് ഇത് രണ്ടും. ആ 210 നമ്മൾ 360 മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 150 ഡിഗ്രി. ഓക്കെ, അപ്പോൾ 150 ഡിഗ്രി നമ്മൾ എഴുതി. അപ്പോൾ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഇതിന്ന് ഈ
ഔട്ടറാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ തൊട്ടടുത്തുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. 360 മൈനസ് ചെയ്യണം. അപ്പോൾ ഈ കേസിലാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇക്വിലേറ്റർ ഉണ്ട്, ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു ഹെക്സഗൺ ഉണ്ട്. മൂന്നായിട്ടും ഈ ആംഗിളിന് കണക്ഷൻ ഉണ്ട്. നമ്മൾ ആദ്യത്തെ ആംഗിളിന് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഈ ഹെക്സഗണിൻ്റെ 120 നമ്മൾ മൈനസ് ചെയ്തു, ഇതിൻ്റെ ഇക്വിലേറ്ററിൻ്റെ 60 മൈനസ് ചെയ്തു, സ്ക്വയറിൻ്റെ 90 മൈനസ് ചെയ്തു ആദ്യത്തെ കേസിൽ. രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ ഇവിടെ സ്ക്വയർ ആയിട്ടും ഹെക്സഗൺ ആയിട്ടുള്ള കണക്ഷൻ ഉള്ളത്. അതുകൊണ്ട് 120 മൈനസ് ചെയ്തു, പിന്നെ 90 മൈനസ് ചെയ്തു 360. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 17th ക്വസ്റ്റ്യൻ. The table presents the relation between the sides and the outer angles of regular polygon and complete the suitably. വളരെ സിമ്പിളാണ്. ഓക്കെ, 3 sides ആണ് പറഞ്ഞത്. അപ്പോൾ 360/3. ഓക്കെ, അത് നമ്മുടെ ട്രയാങ്കിളിൻ്റെ അല്ലേ. ഇനി സം ഓഫ് ദ ഔട്ടർ ട്രയാങ്കിൾസ് 4 സൈഡ് ആകുമ്പോൾ 90. ഓക്കെ, ഇനി 5 സൈഡ് ആകുമ്പോൾ സം ഓഫ് ഔട്ടർ ആംഗിൾ ഇനി 5 ആയാലും 18 ആയാലും 3 ആയാലും 4 ആയാലും സം ഓഫ് ഔട്ടർ ആംഗിൾസ് എത്ര ആയിരിക്കും? 360 തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്കത് അവിടെ എഴുതിയേക്കാം, 360 ഡിഗ്രി. ഇനി ഇവിടെ നോക്കൂ, ഡി എത്രയാണ്? അപ്പോൾ നമുക്ക് 360 ഇവിടെ എഴുതി. ഇനി നമുക്ക് ഇത് നോക്കാം, 360 ഇവിടെ എഴുതി. ഓക്കെ, ഇനി ഇവിടെ 360/5, അതായത് മെഷർ ഓഫ് 1 ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 360/5. അതായത് ഡിവൈഡ് ചെയ്താൽ മതി. 360 ഡിവൈഡഡ് ബൈ 5. ഇവിടെ 360 ഡിവൈഡഡ് ബൈ 4 അതാണ് 90. ഇവിടെ 360 ഡിവൈഡഡ് ബൈ 3 അതാണ് 120. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 360 ഡിവൈഡഡ് ബൈ 5 നമ്മൾ ചെയ്താൽ നമുക്ക് 72 ആണ് കിട്ടുക. ഇനി ഇവിടെ 360 ഡിവൈഡഡ് ബൈ 18. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 360 ഡിവൈഡഡ് ബൈ 18 ആണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. 360 ഡിവൈഡഡ് ബൈ 18 അതങ്ങനെ ചെയ്താൽ നമുക്ക് 20 ഡിഗ്രിയാണ് കിട്ടുക. ഇനി ഇവിടെ 10ഉം തന്നിട്ടുണ്ട്, 360ഉം തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും? ഇത് രണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്കിത് കിട്ടും. അപ്പോൾ 360 ഡിവൈഡഡ് ബൈ 10 ദാറ്റ് ഈസ് 36. ഇവിടെ എന്താണ്? 36. അപ്പോൾ മനസ്സിലായല്ലോ. ഇവിടെ ഏതൊക്കെയാണ് ഒന്നുകൂടി പറയാം. ഇവിടെ എത്രയാണ്? ഇവിടെ 72 ഡിഗ്രിയാണ്. അതേപോലെ ഇവിടെ സി എന്ന് പറയുന്നത് എത്രയാണ്? 20 ഡിഗ്രിയാണ്. ഇവിടെ ഡി വരുന്നത് എത്രയാണ്? 36 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ലുക്ക് അറ്റ് ദ നമ്പർ പാറ്റേൺ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഇത് നോക്കൂ, ഈ പാറ്റേൺ കണ്ടല്ലോ. 1 × 3 = 3, 2 square minus 1. 2 × 4 × 8, 3 square 1. 3 × 5, 15, 4 square 1. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്താ മനസ്സിലായത്? ഇതിനൊരു പാറ്റേൺ ഉണ്ടല്ലേ. ആ പാറ്റേൺ എന്താണെന്ന് മനസ്സിലായോ? അതായത് ഈ നമ്പർ 3 ആണ്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് 4 × 6 = 5 square minus 1 അല്ലേ. 4 × 6 = 5 square minus 1. ഇനി അടുത്ത് എഴുതുമ്പോൾ 5 × 7 ഓരോന്ന് കൂടി വരികയാണ്. 6 square minus 1. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 8 × 10 = 80. 8 × 10 = 80. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 8 എന്ന് പറയുമ്പോൾ 8ൻ്റെ നെക്സ്റ്റ് നമുക്ക് എടുക്കാം. 8 × 10 എന്ന് പറയുമ്പോൾ 8ൻ്റെ നെക്സ്റ്റ് ഏതാണ്? അടുത്ത നമ്പർ 9 square minus 1. ശരിയല്ലേ? 9 square minus 1. ഇനി അവിടുത്തത് 120 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 11 square എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 11 square എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇവിടെ ഒന്ന് കൂടിയായിരിക്കും അല്ലേ. അപ്പോൾ 11 square എന്ന് പറയുമ്പോൾ ഇതിനെക്കാട്ടും ഒന്ന് കുറവായിരിക്കും അല്ലേ. ഇവിടെ 9 ആകുമ്പോൾ ഇവിടെ 8 ആയിരുന്നു. ഇവിടെ 11 ആകുമ്പോൾ ഇവിടെ എന്തായിരിക്കും? 10 അല്ലേ. 10 × 12. 10 × 12 that is 120. 10 × 12 that is 120. അത് നമുക്ക് എങ്ങനെ എഴുതാൻ? 11 square minus 1. അപ്പോൾ ഈ പാറ്റേൺ എങ്ങനെയാണ് വരുന്നത്? x × x + 2 = s² + 2x. പിന്നെ ഇവിടെ എന്താണ്? x + 1 സ്ക്വയർ ആണ്. അതായത് നമ്പറിനോട് 1 കൂട്ടാണ് ചെയ്യേണ്ടത്. ഇവിടെ 1 ആണെച്ചാൽ ഇവിടെ 2. അപ്പോൾ നമ്പറിനോട് 1 ആഡ് ചെയ്യാണ്. ഇവിടെ 2 ആണെച്ചാൽ ഇവിടെ 3. ഇവിടെ 3 ആണെച്ചാൽ ഇവിടെ 4. ഓക്കെ, ഇവിടെ 8 ആണെച്ചാൽ ഇവിടെ 9. ഇവിടെ 10 ആണെച്ചാൽ ഇവിടെ 11. അപ്പോൾ x + 1² - 1. വളരെ സിമ്പിളാണ്.
ഈസിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിൽ ചെയ്യാത്തത് ഒരു ബൈസെക്ടർ വരയ്ക്കുന്നതും നിങ്ങൾ പഠിച്ചിരിക്കണം. അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും കയ്യിലില്ലാത്തത് കൊണ്ടാണ്. റഫായിട്ട് വേണമെങ്കിൽ പറയാം. ഓക്കെ, നിങ്ങൾക്ക് മാത്സ് എത്രത്തോളം മനസ്സിലായി എന്നൊന്നും അറിയില്ല. അപ്പോൾ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല എന്നറിയാം. പക്ഷേ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചില കുട്ടികൾക്കെങ്കിലും മനസ്സിലായി എന്ന് കരുതുന്നു. എല്ലാവർക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ മനസ്സിലാവണം എന്നില്ല. മാത്സ് പലപ്പോഴും എല്ലാവരും പറയാറുണ്ട് മനസ്സിലായില്ല. വേവ് ലെങ്ത് ഉള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവണം എന്നൊന്നുമില്ല. പക്ഷെ മാത്സ് ഈസിയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഇതിൽ ഒരു ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ പോലും ഇല്ല. എല്ലാം നമുക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് വേറൊരു വീഡിയോയും കൂടി വർക്കൗട്ട് ചെയ്യാം കേട്ടോ.